welcome back to another video. So ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കഴിഞ്ഞ പെട്ടെന്നൊരു ലോങ് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് the things I bought for the baby. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ബേബി, ചേട്ടൻ്റെ മിന്നുവിൻ്റെ ബേബി സൂൺ വിൽ കം. അപ്പോൾ ഇതിനെന്തായാലും കുറേ പാർട്സ് എടുത്തിട്ട് എല്ലാം ആയിട്ട് ഇടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ലോങ് വീഡിയോ ഇപ്പോഴൊന്നും എടുക്കൂലെന്ന് വിചാരിച്ചത് തന്നെയാണ് ഗൈസ്. പക്ഷേ ഇത് എനിക്കറിയത്തില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഡോക്യുമെന്റ് ചെയ്യുക. കുറേ ചെയ്യാണ്ട് പോയപ്പോഴും ഭയങ്കര റിഗ്രഷൻ അടിച്ചിട്ടുണ്ട്. ഇപ്പം മാരേജിന്റെ കാര്യം അല്ലെങ്കിൽ റിസപ്ഷൻ അല്ലെങ്കിൽ ലോങ് വീഡിയോ എടുക്കാത്തതിന് ഭയങ്കര റിഗ്രറ്റ് പിന്നെ അടിച്ചിട്ടുണ്ട്. സോ മൈന്യൂട്ട് കാര്യങ്ങളായപ്പോൾ ഐ തോട്ട് ഇതൊരു ബിഗ്ഗസ്റ്റ് കാര്യമാണ്. സോ ഞാൻ എന്തായാലും ഇത് ഡോക്യുമെന്റ് ചെയ്യണം. ഇതും വേറെ എന്തെങ്കിലും ലോങ് വീഡിയോ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്കും മിക്കതും ഓൺലൈനാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എന്തായാലും പോയി ചെക്ക് ചെയ്യുക. സീരിയസ്ലി ഗൈസ്, സൂപ്പർ പ്രൊഡക്ട്സ് ആണ്. നിങ്ങളുടെ ബേബി ആയാലും അത്രത്തോളം കെയർ നമ്മൾ കൊടുക്കേണ്ടതായതുകൊണ്ട് അത്രത്തോളം നല്ല പ്രൊഡക്ട്സ് ആണ്. ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ അല്ലാണ്ട് ലുലു പോയി കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ ടാഗ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും പോയി കാണാം. അതൊരു ഷോർട്ടാണ്. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. സോ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. സോ ആദ്യം നമ്മളിപ്പം വാങ്ങിച്ചത്, ഇപ്പം മിന്നുവിന് 9 months ആയി. ഐ ഗെസ് ഇപ്പോൾ 9 months ആയി. ഇത് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ 9 months തികഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 8 month എന്തായാലും കഴിഞ്ഞ് ഇപ്പോൾ 9 monthലോട്ടായി. അപ്പം നമുക്ക് എന്തായാലും കാണിച്ചു തരാം സാധനങ്ങൾ. നമ്മൾ ലുലു പോയപ്പം ബേബി ക്യാപ്സ് ആയാലും മിറ്റൻസ് ആയാലും ഒക്കെ കുറെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇത്ര ഷെയ്ഡ് വരുന്ന ഇത് വാങ്ങിച്ചത്. ഇതൊരു സെറ്റായിട്ടാണ് കിട്ടിയത്. ഈ 4 എണ്ണം. പിന്നെ ഇതിൽ തന്നെ ക്യാപ്പ്, മിറ്റൻ, സോക്സും കൂടെ വരുന്നതാണ്. ഈ 4 കളറാണ്. പിന്നെ നമുക്ക് ജെൻഡറും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടല്ലോ. സോ എല്ലാവരും ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു ഓക്കെ ഇതായിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് ഇത്. അടുത്ത സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ഇത് ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ എടുക്കാറില്ല, പിന്നെ അപ്പോഴേ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇതിപ്പം കാണിക്കുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ. ഇതിൽ 2 റോംബേഴ്സാണ് അല്ലെങ്കിൽ 1Cs ആണ് ഗൈസ് ഉള്ളത്. എനിക്കറിവിടെ ഇത് ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ സാധനം എന്തായാലും വാങ്ങണമെന്ന്. ഭയങ്കരമായിട്ട് ഇതായിട്ട് സംസാരിച്ച് ഇതാക്കുന്നില്ല. സോ ഇതിൻ്റെ 2 സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ ലിങ്കും ഒക്കെ കൊടുത്തേക്ക്. എന്തായാലും പോയി ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇന്നിപ്പോൾ April 30 ആയി. നാളെ മെയ് ആണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാം കുറേ കാര്യങ്ങൾ പറഞ്ഞ് കാണിക്കണമൊക്കെ. പക്ഷെ ഇതിലൊക്കെ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇതുകൊണ്ട് പറഞ്ഞു ഒരു 2 weeks ആണ് നമ്മുടെ ബേബി വരാനായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയത്തില്ല ഈ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ എൻ്റെ ഇതിലൊരു ഒരു മെമ്പർ കൂടെ വരാൻ പറഞ്ഞാൽ ഇറ്റ്സ് സോ ലൈക്ക് different guys. I'm so happy for them and I'm so happy for myself. Like yeah, okay. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അടുത്ത സാധനം വാങ്ങിച്ചത് കാണിച്ചത്. അതിപ്പോൾ വന്നോളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്തായാലും പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ. എന്നിട്ട് ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് ഞാൻ ലിങ്ക് എന്തായാലും താഴെയിടാം. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ ബേബിയുടെ ബേബി ക്യാരിയറാണ് ഗൈസ്. എനിക്കറിയത്തില്ല. ഐ എം സോ ഹാപ്പി, ഐ എം സോ എക്സൈറ്റഡ്. എനിക്കറിയില്ല എന്തായാലും ബേബി വന്നിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. ആൻഡ് ബേബി കാണുമ്പോൾ ഐ ആം റിയലി എക്സൈറ്റഡ് ടു മീറ്റ് യു. സോ ഭയങ്കര ക്യൂട്ട് ഗൈസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എന്നത്. ഏതാണ് എസ്പെക്ട് ഇതിൻ്റെ ഇപ്പോൾ വലിപ്പം കൂടെ ഇതിപ്പോൾ എനിക്ക് എടുക്കാം ഒരു ഇതിന് വേണ്ടി വെച്ചിരുന്നതാണ്. ബേബിയെ കിടത്താം. എന്നിട്ട് ഇത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 3 പില്ലോയാണ് ഈ ഒരു നെസ്ബർ. ഫൈനലി നമ്മുടെ
ഫൈനലി ഇതാണ് നമ്മുടെ അല്ലാത്ത ബെഡ്, നെറ്റ് ബെഡ്. ഈ ബെഡും ലൈക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിൻ്റെ കാര്യമാണ്, നമ്മുടെ പ്രൈസിൻ്റെ ഉള്ള ക്വാളിറ്റി ഇതും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് സോ ഇതാണ് സാധനം. ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ലൈക്ക് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ ഇതൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കാണുന്നുള്ളൂ എന്തെന്ന് പറയുമ്പോൾ എക്സാം ഡേയ്സ് ആണ് അപ്പോഴെന്ന് പറയുന്നത്. സോ എനിക്കൊരു ആഗ്രഹമുണ്ട് ലൈക്ക് ബേബീനെ എനിക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കാണണമെന്ന്. പക്ഷേ നടക്കില്ലെന്ന് എനിക്ക് അറിയാം, കാരണം എക്സാം ഡേയ്സ് ആയതുകൊണ്ട്. പക്ഷേ എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ എല്ലാത്തിനും ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പോയി നോക്കാൻ പറ്റും. ജെൻഡറിൻ്റെ ഓരോരുത്തരുടെ പ്രൊഡക്ഷൻസ് അതൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഐം സോ എക്സൈറ്റഡ്. സോറി ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്, അതാണ് ഞാൻ കൂടെ ഇങ്ങനെ. സോ ബേസിക്കലി ബേബി എപ്പോഴാണെങ്കിലും വേണം. സോ ഇന്നാണ് മിന്നുവിൻ്റെ PV. മിന്നു വന്നിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിലോ എന്നെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് കൂടെ ഇതിൽ ആഡ് ആക്കാം. ബിക്കോസ് ജേർണിയിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇവിടെ എക്സാമിൻ്റെ ഇതായതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നാണ് PV, അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ല ഇന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ഐ ആം സോ എക്സൈറ്റഡ്. മിന്നു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മിന്നു വിളിച്ചിട്ടുണ്ട്. സോ ബിഫോർ ബേബി ഒരു ജേർണലിംഗ് പോലെ നമുക്ക് എന്തായാലും PVയിലെ കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരു വേറൊരു കാര്യം എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ മിന്നുവിന് പെയിൻ ടോളറൻസ് ഭയങ്കര കുറവാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടോളറൻസ് പോലെ ഭയങ്കര കുറവാണ്. എന്തായാലും നിങ്ങൾക്ക് അറിയാം. എന്തായാലും നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കാം. പിന്നെ ഞാൻ പറയാം PV ആയാലും ഏത് കാര്യം എടുത്താലും ഓരോരുത്തർക്കും ഓരോ ഇത് എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് ആയിരിക്കും ഡിഫറെൻ്റ് ഉള്ള ആൾക്കാർക്ക് ബോഡി ടൈപ്പ്. അപ്പോൾ എന്തായാലും മിന്നുവിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. പറ, എങ്ങനെ ഉണ്ടായിരുന്നു PV? എന്താണ് പറയേണ്ടത്? നല്ലതായിരുന്നു. എടി എന്റത് പറയാ, അങ്ങനെ പറയാൻ മാത്രമായിട്ട് ഭയങ്കര വിപുലമായി അവിടെ കിടക്കി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് വേദന കൊടുത്തു, അത്രേ ഉള്ളൂ. വേദന ഉണ്ടായിരുന്ന? ഓ വേദന ഉണ്ടായിരുന്നു. അവര് ഗ്ലൗസ്. കൊച്ചിന്റെ തല എവിടെ എത്തി? ഞാൻ എത്താറായി. ഞാൻ കിടന്നാലേ അവർക്ക് എന്തെങ്കിലും അറിയാം. നീ കിടക്കൂലേ? ഓടിയാ പിടിച്ച് കിടത്തണേ, എനിക്കിങ്ങനെ കിടത്തണേ. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്തുണ്ട് 13 അതിന്റെ ഇത് മാറിയിട്ടില്ല നിഗമനം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ടോളറൻസ് ഭയങ്കര കുറവാണ് മിന്നുവിന്, പെയിൻ ടോളറൻസ്. അപ്പൊ എന്തായാലും ഇനി അടുത്തത് May 13 ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിപ്പം ഇനി വലുതായി ബേബി കാണുമ്പം ബേബി ഇതൊക്കെയാണ് നിന്റെ അമ്മ സഹിച്ചത്. ഇപ്പം നമ്മൾ വലുതാകുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ അമ്മമാർ പറയില്ല ഞാൻ എത്ര നൊന്താ നിന്നെ പ്രസവിച്ചെന്നറിയോ. അപ്പം ഇത് ഞാൻ ജേർണലും ചെയ്ത് ഇതുപോലെ ഇങ്ങനെ കണ്ടന്റ് ആക്കി കാണിച്ചു തരാണ്. ഇതേപോലെയാണ് നിന്റെ അമ്മയുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സോ ഹായ് ഗായ്സ്, ഇനി ഏകദേശം ഒരു 1 വീക്കും കൂടെ ഉള്ളൂ ബേബി വരാനായിട്ട്. ഞാൻ ഇപ്പോൾ കോളേജിൽ പോയിട്ടുള്ളതാണ് ഈ കൊല്ലം. ജസ്റ്റ് ഇഗ്നോർ. നമുക്ക് എന്തായാലും ഇവിടെ ഇനി ഒരു ഹ്യൂജ് ചേഞ്ചാണ് വരാൻ പോകുന്നത്. ലൈക്ക് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ഇനി. അപ്പോൾ നമുക്ക് അമ്മയുടെ അഭിപ്രായം ചോദിക്കാം. എന്താണ് ഇനിയിപ്പോൾ ഒരു ബേബി വരും. ഇങ്ങോട്ട് വാ, ഇവിടെ വന്നില്ല, ഇങ്ങോട്ട് അവിടെ വാ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ബേബി വരും. ഇപ്പം അമ്മ ആദ്യമായിട്ട് ഒരു അമ്മാമയാവാൻ അച്ചാമ്മയാവാൻ പോവുകയാണ്. അപ്പം ലൈക്ക് നമുക്ക് എക്സൈറ്റഡ് ആയിരിക്കും പറയാൻ വാക്കുകൾ. എന്ത് തോന്നി ഇപ്പൊ ഈ ഒരു ലൈക്ക് ഫീലിങ്സ് എന്ന് പറയുമ്പോ? സന്തോഷം തോന്നുന്നു. അപ്പൊ എന്തായാലും അപ്പം ഇനിയിപ്പം May 13 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ അപ്പൊ തന്നെ ഇതാക്കിയിടാം ഗൈസ്. അപ്പൊ പ്രൊഡക്ട്സ് വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത്രയും നാൾ നമ്മൾ ബേബിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോന്ന് വാങ്ങിച്ചെങ്കിൽ ഈ പ്രാവശ്യം മിന്നുവിന് വേണ്ടിയാണ്. കാരണം ബേബിയെ പോലെ ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അമ്മയ്ക്കും കൊടുക്കേണ്ടത്. സോ ഇപ്പൊ നമ്മള് ഈ ഒരു എനിക്ക് തോന്നുന്നു ഫീഡിങ് കുർത്ത അങ്ങനത്തെ ഒരു 2 സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. എന്തായാലും ഞാൻ അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഫീഡിങ് കുർത്തിയാണ് ഞാൻ പൊട്ടിച്ചു ഷോർട്സ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വരുന്നതാണ് ഈ ഒരു കുർത്തി എന്ന് പറയുന്നത്. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ചാനലിൽ പോകുമ്പോൾ വിഷ് ലിങ്ക് കാണും, അതിലെല്ലാം ഇതിന്റെയൊക്കെ കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് ഫീഡിങ് വേണ്ടി വരുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇടാനും അത്യാവശ്യം നല്ലതായിട്ടും
ലൈക്ക് ആ ഒരു പ്രൈസിന് എനിക്ക് ഓക്കെ ക്വാളിറ്റി ആയിട്ടാണ് തോന്നേ. അടുത്തെന്ന് പറയുമ്പോൾ ഗൈസ് ഇത് ഒരു റെഡ് കുർത്തിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അതും ജസ്റ്റ് കുർത്തി മാത്രമേ, മറ്റേ പോലെ ടോപ്പ് മാത്രമാണ്. പക്ഷെ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കുർത്തിയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ വി നെക്കൊക്കെ വരുന്ന ഒരു ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കൊള്ളാം, സംഭവം കൊള്ളാം. ഞാൻ വിചാരിച്ചാൽ നമുക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വന്നില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. ഞാൻ പൊട്ടിച്ചപ്പോൾ എനിക്ക് എന്തോ ഞാൻ ഇത് രണ്ടും വൈറ്റ് ആണോ എന്ന് എനിക്കൊരു പേടിയാണ്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, മാറിപ്പോയതാണ്. കാരണം മറ്റോ ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ സാധനം ഗൈസ്. ഇതിന്റെ കൂടെ ഒരു പാന്റും കൂടെ വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. പക്ഷെ മിന്നു ടെൻഷനിലാണ്. അത് നമുക്ക് പറയാൻ പറ്റും. കാരണം ലൈക്ക് നമ്മളിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോഴേ ആളുടെ ഒരു ഇതും കൂടെ കാണും. പക്ഷെ മിന്നു ഹാപ്പിയാണ് വിത്ത് ടെൻഷനും ആണ്. റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആണ് മിന്നുവിനിപ്പോൾ. എന്തായാലും ഞാൻ ഇതൊക്കെ ലൈക്ക് ഐ റിയലി ലൈക്ക് ഡോക്യുമെന്റിങ് തിങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഡെലിവറി വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ബിഫോർ ബേബി, ഡെലിവറി വ്ളോഗ്, ആഫ്റ്റർ ബേബി എന്തൊക്കെ ചേഞ്ച് അതൊക്കെ എനിക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള താല്പര്യം. ലോങ് വീഡിയോയിൽ ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട്. എന്തായാലും പോയി ചെക്ക് ഔട്ട് ചെയ്യുക. സോ വാട്ട് ഓൾ ചേഞ്ച്, വാട്ട് ഓൾ തിങ്സ് വി ഷുഡ് ബൈങ്, നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കരുതി ഇരിക്കേണ്ടത്, അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുള്ളത്. ഇൻഫോർമേറ്റീവായിട്ടും ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം എനിക്കിതിനെക്കുറിച്ച് ഇതില്ല. പിന്നെ എനിക്കറിയുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാനും പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. ബേബി വന്നു, സംസ ഹാപ്പി. എന്തായാലും അടുത്ത ഡെലിവറി വ്ളോഗ് എന്തായാലും പോയി കാണാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദ വീഡിയോ.